Yo guys, welcome back to my YouTube channel. This is me, Abhiram. So guys, നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് iPhoneന്റെ XR ആണ്. സോ ഗൈസ്, ഇതാണ് iPhone XRൻ്റെ ബോക്സ്. നല്ല ക്ലീൻ പാക്കേജാണ്, നല്ലൊരു വൃത്തിയുള്ളൊരു ബോക്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബോക്സ് ഡീറ്റെയിൽസൊക്കെ നോക്കാം. 64 വേരിയൻറ്റിൻ്റെ ഫോണാണിത്. മറ്റേത് ഐഫോൺസിൽ കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്നിങ് കണക്ടർ ഉണ്ട്, ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലും കൊടുക്കുന്നുണ്ട്. പിന്നെ April 1 തൊട്ട് GST 12% നിന്ന് 18% കൂടിയത് കൊണ്ട് തന്നെ 52,500 റുപ്പീസായി. പിന്നെ ഇതൊരു ബ്ലാക്ക് ഐഫോണാണ്, 64 GB വേരിയൻറ്റിൻ്റെ ഐഫോണാണ്. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ഇന്ത്യ ഫോണാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് തുറക്കാം. യെസ് ഗൈസ്, വൗ, നല്ലൊരു ക്ലീൻ പാക്കേജാണ്. ഓക്കെ, യെസ്, നമുക്കിനി ഫോണൊന്ന് അൺറാപ്പ് ചെയ്യാം. വൗ, വാട്ട് എ ഗ്ലൂസി ഫിനിഷ്. ആക്ച്വലി ഇത് ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ടൈപ്പാണ്, ഫ്രണ്ടും ബാക്കും ഗ്ലാസ്സാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം, എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഹലോ എന്നൊരു ഇൻട്രൊഡക്ഷൻ, ഒരു മെമ്മോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൂൾ തന്നെയായിരിക്കും ആപ്പിൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒടിഞ്ഞു പോകുന്നില്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു കുറച്ച് രണ്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയും ആക്സസറീസാണ് ആപ്പിളിൻ്റെ iPhone XRൻ്റെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആദ്യം തന്നെ ആപ്പിളിൻ്റെ എയർപോഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ്നിങ് കണക്ടറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫോണിൽ 3.5 mm ജാക്ക് കൊടുക്കുന്നില്ല. ചാർജിങ് ആയാലും എയർപോഡ് ആയാലും ഒരേ പോർട്ടിലേക്കാണ് ഈ ഫോണിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അത്യാവശ്യം ലെങ്ത്തുള്ള എയർപോഡ് തന്നെയാണ്, ക്വാളിറ്റിയും ഉണ്ട് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ചാർജിങ്ങിലേക്ക് വരുമ്പോൾ വെറും 5 വാട്ട് ചാർജർ മാത്രമാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തീരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. 50,000 മുകളിൽ പണം മുടക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 വാട്ട് ചാർജർ തീർച്ചയായും വേർത്തല്ല. പിന്നെ നമുക്ക് USB കേബിളും അത്യാവശ്യം വലിയ കേബിൾ തന്നെയാണ്. 1 to 2 hours എടുക്കും ഫുൾ ചാർജായി വരാൻ. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേബിള്. 6.1 ഇഞ്ചസാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. ഐഫോണിൻ്റെ സവിശേഷതയായ ഒരു ഡിസ്പ്ലേ ആണ് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ. അതാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഫേസ് ലോക്ക് ഐഡിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. യെസ്, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് iPhone XR നമുക്ക് കിട്ടുന്നത്. നല്ല ആക്യുറേറ്റ് ആണ്. IP67 വെയ്റ്റഡ് ഫോണാണ് ഇത്. അത് വാട്ടർ സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഫോണാണ്. പിന്നെ A12 ബയോണിക് ചിപ്പാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്മൂത്താണ് ഫോണ്. 60 Hz ആണെങ്കിൽ കൂടി നല്ല സ്മൂത്തായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഹാപ്റ്റിക് ടച്ച് ഫീഡ്ബാക്കും കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ 625 nits മാക്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈലൻറ്റ് ബട്ടൺ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വോളിയം ബട്ടൺസും നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വോളിയം റോക്കേഴ്സ് നല്ല അപ്പ് ആൻഡ് ഡൗൺ നല്ല സ്മൂത്തായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പവർ ബട്ടൺ ആയാലും നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ് ID ആണെങ്കിലും നല്ല സ്പീഡാണ്. അത്യാവശ്യം ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തു. പിന്നെ ബാറ്ററിയും അത്യാവശ്യം നല്ലൊരു ലോങ് ലൈഫ് കിട്ടുന്നുണ്ട്. 2942 mAh ആണ് ഈ ബാറ്ററി. സോ ഗൈസ്, നമുക്ക് സെറ്റിങ്സിൽ എബൌട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഞാനെടുത്ത വേരിയൻ്റ് പറഞ്ഞാൽ 64 GB വേരിയൻ്റാണ്. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തത്. നല്ല ക്ലാസി ലുക്കാണ് ബ്ലാക്ക്, അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ എടുത്തത്. ആപ്പിൾ ഫോൺസിൽ ഏറ്റവും വലിയ ഹൈലൈറ്റായ നമുക്ക് സിറി അസിസ്റ്റൻറ്റിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഹലോ, ഹൗ ആർ യു? I'm happy to be here.
സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അടിപൊളി. ക്യാമറയിലേക്ക് വരുമ്പോൾ 11 കൊടുത്താൽ അതേ മെഗാ പിക്സലാണ്. 12 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൽ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസാണ് എടുക്കാൻ പറ്റും. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അൾട്രാ വൈഡും ഇല്ല, മാക്രോ ലെൻസും ഇല്ല ഈ ഫോണിൽ. ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ഷോർട്സ് ആൻഡ് വീഡിയോസ് കാണിക്കുന്നത്. Look at people and I wonder all day, who are you and you are not the one in your way. സോ ഗൈസ്, ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ബിൽഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു കേസ് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്ന അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ കേസ് വാങ്ങിയിരുന്നു. റെഡ് കളർ കേസ്, നല്ലൊരു വൈബ്രൻറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേസിൽ ഈ ഫോൺ ഇട്ടിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. യെസ് ഗൈസ്, നല്ല പെർഫെക്റ്റ്ലി മാച്ചിങ് ഫിറ്റാണ്. നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ബട്ടൺസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്. യെസ് ഗൈസ്, നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ ബട്ടൺസൊക്കെ ഈ കേസിൻ്റെ ഉള്ളിൽ തരുന്നത്. സോ ഗൈസ്, ഇത്രയുമുള്ള എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, ഷെയർ ചെയ്യുക, പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.